ആത്മോപദേശശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 42-ാം ശ്ലോകം. ഇതമറിവെന്നതിലാദ്യമാമിതെന്ന് ഉള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാനിതിനെ ഭജിച്ചിടേണം. ഇതമറിവ്, ഇത് ബോധമാണ്. ഇതമറിവ്, ഇത് ബോധമാണ് എന്നതിൽ എന്നു പറയുന്നിടത്ത് ആദ്യമായി കാണപ്പെടുന്ന ഇത് എന്നുള്ളത്, ഇത് എന്ന പദം സമയിലെ അഥവാ വിദ്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു. തൻ്റെ ആ സമയിലെ വിശേഷത്തെ വെളിപ്പെടുത്തുന്ന പദമാണ് ബോധം, ബ്രഹ്മപര്യായമായ ബോധം. മതി മുതലായവയൊക്കെ, ബുദ്ധി തുടങ്ങിയ വിവിധ ദൃശ്യങ്ങളെല്ലാം മറഞ്ഞ് സദ്ഗതി ബ്രഹ്മപ്രാപ്തി വരുവാൻ സാധ്യമായി തീരാൻ ഇതിനെ, ഈ സമയെ ഭജിച്ചിടേണം, സദാ സമാശ്രയിക്കണം. ഇത് ബോധമാണ് എന്ന് പറയുന്നിടത്ത് ആദ്യമായി കാണപ്പെടുന്ന ഇത് എന്ന പദം സമയിലെ അഥവാ വിദ്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു. ഈ സമയിലെ വിശേഷത്തെ വെളിപ്പെടുത്തുന്ന പദമാണ് ബ്രഹ്മപര്യായമായ ബോധം. ബുദ്ധി മുതലായ വിവിധ ദൃശ്യങ്ങളെല്ലാം മറഞ്ഞ് ബ്രഹ്മപ്രാപ്തി സാധ്യമായി തീരാൻ ഇതിനെ സദാ സമാശ്രയിക്കണം, ഇതിനെ ഭജിച്ചിടേണം. 39-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക. സമയും അന്യയും അഥവാ വിദ്യയും അവിദ്യയും മാർഗങ്ങളാണ്. ആദ്യത്തേത് സത്യമാർഗവും മറ്റേത് സംസാരമാർഗവും. ഈ പദ്യത്തിലെ അറിവ് എന്നതിന് ബോധസ്വരൂപമായ ബ്രഹ്മം എന്നാണ് അർത്ഥം. ബ്രഹ്മസാക്ഷാത്കാരമാണല്ലോ ജീവിത ലക്ഷ്യം. ഇതെങ്ങനെ നേടാനാണ്? ഇതു നേടാൻ എന്താണ് പ്രയാസം? അവനവൻ്റെ സ്വരൂപവും ജഗത്തായി കാണപ്പെടുന്ന എല്ലാ ദൃശ്യങ്ങളുടെയും സ്വരൂപവും ബ്രഹ്മമാണെന്ന് നേരത്തെ ഈ കൃതിയുടെ ആരംഭത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സ്വരൂപത്തെ നേടേണ്ട ആവശ്യം തന്നെയില്ല. അന്യ ഉളവാക്കി കാണിക്കുന്ന നാമരൂപങ്ങൾ സ്വരൂപത്തെ തൽക്കാലം മറച്ച് വിസ്മരിപ്പിച്ചിരിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. ഈ മറവി മാറാൻ എന്താണ് വഴി? തന്നിലും പ്രപഞ്ച ദൃശ്യങ്ങളിലും സ്വരൂപമായി വിളങ്ങുന്ന സത്യം ബ്രഹ്മമാണ് അഥവാ ബോധമാണ് എന്നാവർത്തിച്ച് പറഞ്ഞുറപ്പിക്കണം. ഇത് മനുഷ്യൻ, ഇത് മൃഗം, ഇത് കുടം, ഇത് വസ്ത്രം എന്നിങ്ങനെയുള്ള നാമരൂപങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അറിവിനെ പുറന്തള്ളി എന്തു കണ്ടാലും ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം എന്നുറപ്പിക്കണം. കാരണകാര്യങ്ങളെ ഒന്നാക്കി കാട്ടിത്തരുന്ന സമയെ അഥവാ വിദ്യയെ സമാശ്രയിച്ചാൽ ഇത് അനായാസം സാധ്യമായി തീരുന്നതാണ്. ഇതാണ് വേദാന്ത ശാസ്ത്ര പ്രസിദ്ധമായ ഏകതത്വദൃഢാഭ്യാസം അഥവാ ഭാവാദ്വൈത പരിശീലനം അഥവാ ബ്രഹ്മാഭ്യാസം. ഈ അഭ്യാസം ദൃഢപ്പെടുന്നതോടെ രാഗദ്വേഷവാസനകൾ ക്ഷയിച്ച് അഖണ്ഡബോധാനുഭവം ഉദയം ചെയ്യും. ഇതുതന്നെയാണ് സത്യാനുഭവം അഥവാ മോക്ഷം അഥവാ സദ്ഗതി. ഇത് ബോധം എന്ന അറിവിൽ ഇത് സാമാന്യവും ബോധം വിശേഷവുമാണല്ലോ. ഇവിടെ നാമരൂപ ഭേദം വെടിഞ്ഞ് സാമാന്യവും വിശേഷവും ഒന്നായിത്തീരുന്നു എന്ന് സ്പഷ്ടമാണല്ലോ. ബ്രഹ്മാഭ്യാസവും ബ്രഹ്മസാക്ഷാത്കാരവും ഇത്ര എളുപ്പമാണെങ്കിൽ എല്ലാവരും എന്തുകൊണ്ടിത് പരിശീലിക്കുന്നില്ല? മായാമോഹം എന്നേ പറയേണ്ടു. നിഷ്കാമകർമാനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ സമനില അഭ്യസിപ്പിച്ച് ഭാവാദ്വൈതം ഉറപ്പിക്കാത്തിടത്തോളം ശാസ്ത്രപാണ്ഡിത്യം കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ബ്രഹ്മനിഷ്ഠ അഥവാ നൈഷ്കർമ്മ്യസിദ്ധി കൈവരുന്നതല്ല. ഇക്കാര്യമാണ് അടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്.